കാലം എത്ര പുരോഗമിച്ചെന്ന് പറഞ്ഞാലും കൗമാരക്കാരുടെ റൊമാൻറ്റിക് റിലേഷൻഷിപ്പിനെ ആരോഗ്യകരമായ രീതിയിൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് മാതാപിതാക്കൾക്ക് ഇപ്പോഴും അറിയില്ല. തന്റെ മകനോ മകൾക്കോ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെന്നറിഞ്ഞാൽ ഇമോഷണലി അവരെ തകർക്കുന്ന രീതിയിൽ റിയാക്ട് ചെയ്യുന്നവരും ഫിസിക്കലി ഹാം ചെയ്യുന്നവരും, എന്നാൽ ഇത് അഡ്രസ്സ് ചെയ്യേണ്ട ഒരു പ്രശ്നമേ അല്ല എന്ന് കരുതുന്നവരും നമ്മുടെ കൂട്ടത്തിലുണ്ട്. നിങ്ങൾക്ക് സമ്മതമല്ലെങ്കിലും നിങ്ങളുടെ ചോയ്സ് അല്ല എങ്കിലും അവരുടെ ഇമോഷൻസും ഫീലിങ്സും വാലിഡ് അല്ല എന്നുള്ളതല്ല. കുട്ടികളുടെ പ്രണയബന്ധങ്ങൾ അറിയുമ്പോൾ അത് വീട്ടുകാരോടും ഫ്രണ്ട്സിനോടും അറിയിച്ച് അതൊരു പ്രശ്നമാക്കാതെ അവരോട് തുറന്ന് സംസാരിക്കാൻ ശ്രദ്ധിക്കുക. അഡോളസെന്റ് സ്റ്റേജിൽ നോർമലായിട്ട് വരുന്ന ഫിസിയോളജിക്കൽ ആൻഡ് ഇമോഷണൽ ചേഞ്ചസിന്റെ ഒരു ഭാഗം തന്നെയാണ് ഓപ്പോസിറ്റ് സെക്സിനോട് തോന്നുന്ന അട്രാക്ഷൻ. ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് എന്താണെന്നുള്ളത് ആസ് എ പാരന്റ് നിങ്ങളിൽ നിന്നാണ് അവർ പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു റിലേഷൻഷിപ്പിൽ വേണ്ട റെസ്പോൺസിബിലിറ്റി, ഹോണസ്റ്റി, ട്രസ്റ്റ് ഇതൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. ചില പാരന്റ്സ് കുട്ടികളിലെ റൊമാൻറ്റിക് റിലേഷൻഷിപ്പിനെ അഡ്രസ്സ് ചെയ്യാതെ കൗമാരക്കാരെ ഒരു ഇൻഡിവിജ്വൽ ആയിട്ട് അക്സെപ്റ്റ് ചെയ്ത് അവരുടെ റിലേഷൻഷിപ്പിന്റെ റെസ്പോൺസിബിലിറ്റി കുട്ടികൾക്ക് തന്നെ കൊടുക്കുന്നു. പ്രോപ്പർ ഗൈഡൻസ് ഇല്ലെങ്കിൽ പലപ്പോഴും അഡോളസൻസ് അൺഹെൽത്തി റിലേഷൻഷിപ്പ് പാറ്റേൺസിലേക്കും അതുപോലെ തന്നെ ഒരു ഇമ്പൾസീവ് ഡിസിഷൻ മേക്കിങ്ങിലേക്കൊക്കെ എത്താനുള്ള ചാൻസസ് കൂടുതലാണ്. ഒരു ക്ലിയർ ബൗണ്ടറി സെറ്റ് ചെയ്യാൻ പറ്റാതെ അവരൊരു ഇമോഷണൽ എക്സോഷനിലേക്കോ ചൂഷണങ്ങളിലേക്കോ എത്താനുള്ള ചാൻസസ് കൂടുതലാണ്. കൗമാരക്കാരിലെ പ്രണയബന്ധങ്ങൾ അറിഞ്ഞു കഴിയുമ്പോൾ അവരോട് കുറച്ചും കൂടെ എമ്പതറ്റിക് ആയിട്ട് ഡീൽ ചെയ്താൽ അവർക്ക് ഹെൽത്തിയർ ആൻഡ് പോസിറ്റീവ് റിലേഷൻഷിപ്പ് പാറ്റേൺസിലേക്ക് പോകാൻ സാധിക്കും.